ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിച്ചു. മരണ സന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ച മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ശരിയല്ലേ മറ്റേ മൗലവി പറഞ്ഞത്? പുത്തൻവാദികൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? പുത്തൻവാദിയായ അക്ബർ മൗലവി നബി അപമാനിച്ച വാചകമല്ലേ? ഞാൻ കൂടുതൽ അതിന് തെളിവ് പറയേണ്ടതുണ്ടോ? മുസ്ലിമീങ്ങളോട് തെളിവ് പറയണോ? മുസ്ലിമീങ്ങളോട് അതിന് ഞാൻ തെളിവ് പറയണോ? ചോദിക്കട്ടെ, മക്കയിൽ എത്ര ആളുകൾ ജീവിച്ചിരുന്നു അക്കാലത്ത്? അവരാരെങ്കിലും ഗാർ ഹിറാ എന്ന ഗുഹയിൽ പോയി പ്രത്യേകം ആരാധന നടത്തിയിരുന്നോ? സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ അധ്യായം തന്നെ കൈഫ കാന ബദഉൽ വഹീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയതിന്റെ തുടക്കം എന്താണ് അവിടെ പറയുന്നത്? 40 വയസ്സായിട്ട് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ആരും കാണാത്ത സ്ഥലത്ത് പോയി അള്ളാഹുവിന് പ്രത്യേകം ആരാധന നടത്തിയിരുന്ന മഹാൻ. അവിടെ ഖദീജ ബീവി ഭക്ഷണം കൊണ്ട് കൊടുക്കുകയല്ലേ? ഇപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അതേ, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്കൊരു കല്ലിനെ അറിയാം, എനിക്കൊരു കല്ലിനെ അറിയാം. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട്. ഖബ്ല അൻ ഉബഅസ, എന്നെ നബിയാക്കി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട്. ജനങ്ങളെ, ആ കല്ലിനെ എനിക്ക് നന്നായി അറിയാം. ചോദിക്കട്ടെ, മക്കയിലുള്ള അറബി പയ്യന്മാർക്കൊക്കെ കല്ല് സലാം പറയാറുണ്ടോ? അക്ബറേ, കല്ല് സലാം പറയാറുണ്ടോ? സലഫി, കല്ല് സലാം പറയാറുണ്ടോ? സലാഹി, കല്ല് സലാം പറയാറുണ്ടോ? മൗലവി. സർവ അറബികളുടെയും അനറബികളുടെയും സർവ മലക്കുകളുടെയും ജിന്നുകളുടെയും സർവ സൃഷ്ടികളെയും നേതാവായി അല്ലാഹു തിരഞ്ഞെടുത്തയച്ച ലോകത്തിന്റെ നേതാവ്, അവന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ഓ ക്രിസ്തു സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് അറബി പയ്യൻ എന്ന് പറഞ്ഞിട്ട് നിന്ദിക്കുന്ന ഒരു പാർട്ടി, നിന്ദിക്കുന്ന ഒരു നേതൃത്വം, അതും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഈമാനോടെ മരിക്കുമോ? നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ സഹോദരാ.